റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ തെരുവുകളിലൂടെ തൻ്റെ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അവിടുത്തെ വാഹനത്തിന് അവിടുന്ന് ഇരിക്കുന്നതിൻ്റെ തൊട്ടുപിറകിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അന്ന് പ്രായം 13 വയസ്സാണ്. തൻ്റെ വാഹനപ്പുറത്ത് തന്നോട് ഒട്ടി നിൽക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹത്തോടുകൂടി പിന്നിലേക്ക് തിരിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. യാ ഗുലാം, പൊന്നുമോനെ, കുഞ്ഞെ എന്നൊക്കെ സ്നേഹത്തോടു കൂടിയുള്ള വിളിയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സംസാരങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം, ഞാൻ കുറച്ചു കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാം മോനെ എന്ന് സ്നേഹത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് പിന്നീട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സുദീർഘമായ ഹദീസിൽ പറയുന്നുണ്ട്. 13 വയസ്സാണ്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നൽകിയ ആ ഉപദേശങ്ങൾ ഇൻഷാ അല്ലാഹ് നാം ചർച്ചയിൽ കടന്നു വരും. അന്ത്യനാൾ വരെ നമ്മുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഉപദേശമായി നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ചേർത്ത് നിർത്താവുന്ന ഉപദേശങ്ങളാണ് അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇതേ പ്രായത്തിലുള്ള മക്കളോ പേരമക്കളോ അനിയന്മാരോ അല്ലെങ്കിൽ നമുക്ക് വല്ലതും ഉപദേശം നൽകാനോ നമ്മുടെ സംസാരം കേൾക്കുവാനോ ഉള്ള ഈ പ്രായത്തിലുള്ള മക്കളുണ്ടാകും. നമ്മൾ അവരെ എന്താണ് ഉപദേശിക്കാറുള്ളത്? ചിലപ്പോഴെങ്കിലും ചിലതൊക്കെ ഉപദേശിക്കണമെന്ന് നാം മനസ്സിൽ കരുതുമ്പോഴെല്ലാം ചിലപ്പോൾ സമയം നമുക്ക് അനുകൂലമാവാറില്ല. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യമോ തിരക്കുകളോ സമയമൊക്കെ മക്കൾക്ക് സ്നേഹത്തോടു കൂടി ഉപദേശം നൽകുന്നതിൽ നിന്ന് നമ്മെ പിറകോട്ട് വലിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയൊരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. വലിയൊരു അവസരം നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടിയിട്ടുണ്ട്. മക്കളെല്ലാവരും സന്തോഷിക്കുന്ന, എന്നാൽ പലപ്പോഴും രക്ഷിതാക്കളുടെ ഹൃദയങ്ങളിൽ ആദിയുണ്ടാകുന്ന ഒരു അവധിക്കാലം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. യഥാർത്ഥത്തിൽ അവധിക്കാലം കടന്നു വരുമ്പോൾ പലപ്പോഴും പല രക്ഷിതാക്കളും ചിന്തിക്കാറുള്ളത്, ഏത് കോഴ്സിനാണ്, ഏതെങ്കിലും ഒരു ആഡ് ഓൺ കോഴ്സ് പഠിപ്പിച്ചാലോ, ഏതെങ്കിലും ഒരു ട്യൂഷൻ എവിടെയാണ് അവനെ കൊണ്ടു ചെന്നാക്കുക, അല്ലെങ്കിൽ ഏതൊരു പഠന മാധ്യമത്തിലേക്കാണ് ഇനിയുള്ള 2 മാസക്കാലം തിരിയുക, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഒരു ഫാമിലി ട്രിപ്പ് പോകാനുള്ള പാക്കേജുകൾ അന്വേഷിക്കുന്നവരുണ്ടാവാം. ഇങ്ങനെ പല നിലക്കും ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെക്കുറിച്ച് അവധിക്കാലം മക്കൾക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്? യഥാർത്ഥത്തിൽ സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്? 10 മാസക്കാലം എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. പരിമിതികൾ ഉണ്ടായിരുന്നു, അവർക്ക് അവരുടേതായ തിരക്കുകൾ ഉണ്ടായിരുന്നു, പരീക്ഷക്കാലം ഉണ്ടായിരുന്നു, അവർക്ക് വായിക്കാനും പഠിക്കുവാനും എമ്പാടും ഉണ്ടായിരുന്നു. ഈ 10 മാസക്കാലം കഴിഞ്ഞ് ഇനിയുള്ള 2 മാസക്കാലം എൻ്റെ മക്കൾ എൻ്റെ കൂടെയുണ്ട് എന്നൊരു ചിന്തയല്ലേ യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാവേണ്ടത്? ഉണ്ടാകും. അതാർക്കെന്നറിയോ? സമയത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന മനുഷ്യർക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നുണ്ട് 2 അനുഗ്രഹങ്ങളെ കുറിച്ച്. നിഅമതാൻ, 2 അനുഗ്രഹങ്ങളുണ്ട്. മഗ്ബൂനൻ ഫീഹിമാ കസീറും മിനന്നാസ്, ജനങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകളും വഞ്ചിതരായി പോകുന്ന 2 അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹത്തിൽ വഞ്ചിതരായി പോവുകയാണ് ജനങ്ങളിൽ ബഹുഭൂരിഭാഗം വരുന്ന ആളുകളും. അതിൽ ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ സിഹ്ഹത്തു വൽ ഫറാ. ഒന്ന് സിഹ്ഹത്താണ്, ആരോഗ്യമാണ്. ആരോഗ്യമെന്ന അനുഗ്രഹം തിരിച്ചറിയുന്നില്ല. ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് അവൻ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. രണ്ടാമത്തത് ഫറാ, അവന്റെ ഒഴിവുകാലമാണ്, അവന്റെ അവധിക്കാലമാണ്, അവന് ഒഴിവ് കിട്ടുന്ന, തരം കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് ഉപയോഗപ്പെടുത്തുന്നിടത്ത് പരാജയപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് വീണ് കിട്ടുന്ന, നമ്മുടെ മക്കൾക്ക് വീണ് കിട്ടുന്ന ഈ ഒരു അവധിക്കാലത്തെ ഉപയോഗപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മളൊന്നും ചെയ്തില്ല എങ്കിലും
മക്കൾക്ക് കിട്ടിയ അവധിക്കാലം കഴിഞ്ഞു പോകും, പേരമക്കൾക്ക് കിട്ടിയ അവധിക്കാലം കഴിഞ്ഞു പോകും, അനിയന്മാർക്ക് കിട്ടിയ അവധിക്കാലം കഴിഞ്ഞു പോകും, പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കിട്ടിയ അവധിക്കാലം കഴിഞ്ഞു പോകും. പെരുന്നാളിന്റെ അന്ന് നമ്മൾ പറഞ്ഞില്ലേ എത്ര പെട്ടെന്നാ റമദാൻ അവസാനിച്ചത്. സ്കൂള് തുറക്കുമ്പോൾ അന്ന് വേവലാതിപ്പെടും, എത്ര പെട്ടെന്നാ 2 മാസം കഴിഞ്ഞു പോയത്. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഈ അവധിക്കാലം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുമെന്നാണ്. മാത്രമല്ല ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കൾക്ക് മാത്രമാണോ യഥാർത്ഥത്തിൽ അവധിക്കാലം കിട്ടുന്നത്? ജോലി തിരക്കുകളുണ്ട്, ഓഫീസുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. എന്നാലും മക്കൾക്കൊരു അവധി കിട്ടുമ്പോൾ നമുക്കും അവധി കിട്ടാറുണ്ട്, അല്ലെങ്കിൽ അവധി തരപ്പെടുത്തി നമ്മൾ എടുക്കാറുണ്ട്. നമുക്കും ഒരു ആശ്വാസം കിട്ടുക, ജോലിയിൽ നിന്നൊരു വിടവ് കിട്ടുക, ഇതൊക്കെ പലപ്പോഴും ഈ ഒരു വെക്കേഷൻ സമയങ്ങളിലാണ് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ നമ്മുടെ ഉമ്മത്തീങ്ങൾക്കിടയിൽ, നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ, നമ്മുടെ വീടുകൾക്കിടയിൽ, നമ്മുടെ സ്വന്തത്തിൽ തന്നെ അല്പം അവധിക്കാലം കിട്ടുന്ന, ഒഴിവ് സമയം കിട്ടുന്ന 2 മാസമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിലുള്ളത് എന്ന് ഇവിടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന വിശുദ്ധ ഖുർആനിന്റെ സംസാരമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ വിളിച്ചിട്ട് പറയാണ്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഖൂ അൻഫുസകും, നിങ്ങളെ കാത്തുകൊള്ളണം കേട്ടോ, നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളണം, സൂക്ഷിച്ചു കൊള്ളണം കേട്ടോ. നിങ്ങളെ മാത്രമല്ല വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തു സംരക്ഷിക്കണം കേട്ടോ. സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ സ്വന്തം ബന്ധുക്കളെയും നിങ്ങൾ കാത്തു സംരക്ഷിക്കണം. എവിടെ നിന്ന്? നാറ, കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന്. എന്നിട്ട് ചേർത്ത് പറയാൻ, വഖൂദുഹന്നാസു വൽ ഹിജാറ, കല്ലുകളും മനുഷ്യരും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകത്തിൽ നിന്ന് സ്വന്തത്തെ മാത്രമല്ല കേട്ടോ, കുടുംബത്തെയും കാത്തു സൂക്ഷിക്കണേ. വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കൽപ്പന സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തു ചെയ്തു? കുടുംബത്തിന് വേണ്ടി ദുനിയാവിന്റെ വിഷയത്തിൽ അവരെ നാം സംരക്ഷിക്കുന്നുണ്ട്, ഒരു സംശയവുമില്ല. മക്കളെയും ഭാര്യയെയും ഉമ്മയെയും പൊന്നുപോലെ നോക്കുന്നുണ്ട്, പട്ടിണിയില്ലാതെ അവരെ നോക്കുന്നുണ്ട്. ഭാര്യ പറയാണ് ഗ്യാസ് തീർന്നു, ചിലപ്പോൾ ഒരു ഗ്യാസ് ബുക്ക് ചെയ്യാനുള്ള പണം പോലും ഉണ്ടാവില്ല, അത് ഭാര്യയോട് പറയാറില്ല. കടം വാങ്ങിയിട്ടാണെങ്കിൽ അത് നിർവഹിക്കും. വീട്ടിലേക്ക് ഇന്ന ആവശ്യങ്ങളുണ്ടാവും, റെന്റ് കൊടുക്കണം, പാൽക്കാരനുണ്ട്, പത്രക്കാരനുണ്ട്, അതല്ലാത്ത മറ്റു ചില ചെലവുകളുണ്ട്. അതിന് പണമില്ലാത്ത സമയത്ത് വീട്ടുകാരെ വിളിച്ചുകൂട്ടി പണമില്ല എന്ന് പറയാറില്ല, കടം വാങ്ങി നിർവഹിക്കാറുണ്ട്. ഇത് ദുനിയാവിന്റെ വിഷയത്തിലാണ്. പരലോകത്തിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിന് വേണ്ടി നമ്മൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് എന്തുത്തരം നൽകാനുണ്ട് നമുക്ക്? വലിയൊരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. പ്രിയപ്പെട്ടവരെ, തിരിച്ചു പോകാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശം, പിഞ്ചു കുഞ്ഞായിരിക്കെ യാ ഉലാം എന്ന് വിളിക്കുക. അറബി ഭാഷയിൽ 7 വയസ്സ് മുതൽ ഒരു 14 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് യാ ഉലാം എന്ന് വിളിക്കുക. ആ വിളിച്ചിട്ട് പറഞ്ഞതെന്തറിയോ? യാ ഉലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ചില കാര്യങ്ങൾ പൊന്നുമോനെ ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ഒന്നാമതായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ, എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ആരോടാ പറയണത്? 13 വയസ്സുകാരനായാണ്. നമ്മൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചു. ദീനിന്റെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രായം തടസ്സമാണ്. നമ്മൾ എന്താ പറയാറ്, ഇപ്പോഴൊന്നത് പറഞ്ഞു കൊടുക്കണ്ട, ഇതിനൊന്നും സമയമായിട്ടില്ല, അത് അവൻ വായിച്ച് മനസ്സിലാക്കി തിരിഞ്ഞ് അവനൊരു ബുദ്ധി വരുമ്പോൾ അവനെ സ്വീകരിച്ചോളുന്നാണ്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു, യഹ്ഫദില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ യഹ്ഫദുക, അവൻ നിന്നെ സംരക്ഷിക്കും കേട്ടോ എന്ന. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അവസരമായി അവധിക്കാലത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന്. അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും പറ്റും. നമ്മുടെ വീട്ടിൽ വിരിഞ്ഞിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പൂവിനെ കാണിച്ച് നമ്മുടെ ചെറിയ കുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കാം, ഈ പൂവിന് ചുവപ്പ് നിറം നൽകിയത് റബ്ബാണ് കേട്ടോ. മക്കളെ കൂട്ടി എവിടേക്കെങ്കിലും പോകുമ്പോൾ സുന്ദരമായ കാഴ്ചകൾ കാണുമ്പോൾ ഈ കാഴ്ചക്ക് പിറകിൽ ഈ സൂര്യാസ്തമയത്തിന്, ഈ തിരമാലകൾക്കിടയിൽ കാണുന്ന ഭംഗിയുള്ള ഈ കടലിനെ സൃഷ്ടിച്ചത് അത് റബ്ബാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ചെറുപ്പം മുതലേ മക്കൾക്ക്, പ്രിയപ്പെട്ടവരെ, പരിചയപ്പെടുത്തി കൊടുക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന്. അവസാനിക്കുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കാൻ, യഹ്ഫദില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ, തജിദ്ഹു തുജാഹക, എങ്കിൽ നിന്റെ പ്രയാസത്തിന് മുന്നിൽ അവനെ നിന്റെ മുന്നിൽ കണ്ടെത്തും. ജീവിതത്തിൽ മോനെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലേ
അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാകും, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ എന്ന ഉപദേശം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ആ സമയത്ത് ആ കുഞ്ഞിന് മനസ്സിലാകും, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോ പരീക്ഷയ്ക്ക് ഓർമ്മ വരാത്തതായിരിക്കും അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധി, പഠിച്ചത് മനസ്സിൽ നിൽക്കാത്തതായിരിക്കും അവൾ അനുഭവിക്കുന്ന പ്രതിസന്ധി. ഇത് പടച്ച റബ്ബിനോട് പറയാം എന്നൊരു ചിന്തയിലേക്ക് നമ്മുടെ മക്കളെ കൈപിടിച്ചുയർത്താൻ കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ എപ്പോഴും റബ്ബിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന മുത്തക്കികളായി നമ്മുടെ മക്കളെ മാറ്റാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുമെന്നാണ്. അവസാനിക്കുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുക്കുന്നുണ്ട്, വഇദാ സഅൽത ഫസ്അലില്ലാ, നീ വല്ലതും ചോദിക്കുകയെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം മോനെ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയെങ്കിൽ അല്ലാഹുവിനോട് മാത്രം സഹായം തേടണം മോനെ. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ മക്കളോട്? എന്തൊക്കെ ഉപദേശം നമ്മൾ കൊടുത്തത്? മക്കളെ കൂട്ടിയൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോഴേ അവിടെ ഇരിക്കുന്ന മര്യാദ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പാത്രം എടുക്കരുത്, ആ സ്പൂണ് കൊണ്ട് അവിടെ അടിക്കരുത്, ഇവിടെ ഇങ്ങനെയാവണം. വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ, മക്കളുടെ വേഷവിധാനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. കുഞ്ഞിന് ഷൂസ് കെട്ടേണ്ടത് എങ്ങനെ എന്ന് 10 വയസ്സുകാരന് പഠിപ്പിച്ചു കൊടുക്കണ വാപ്പക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനുണ്ട്. ആ സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ എന്ന തത്വജ്ഞാനിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ തത്വജ്ഞാനിയായ ലുഖ്മാനും തന്റെ മകനുമായിട്ടുള്ള സംസാരം വിശുദ്ധ ഖുർആനിലുണ്ട്. റമദാനിൽ നമ്മൾ ഓതിപ്പോയിട്ടുണ്ട്. 10ഓളം ഉപദേശങ്ങൾ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകന് നൽകുന്നുണ്ട്. അതിലൊന്നാമത് നൽകുന്ന ഉപദേശം എന്തെന്നറിയോ? ഉപദേശം ഇത് കാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു, മകൻ ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു കൊടുത്തു. എന്താ വിളിക്കുന്നത് എന്നറിയോ? യാ ബുനയ്യ, പൊന്നുമോനെ. സ്നേഹത്തോടു കൂടിയ വിളിക്കണേ. ദീനിന്റെ വിഷയം പറയുമ്പോൾ സ്നേഹത്തോടു കൂടി ആയിരിക്കണം. ഇത് വാപ്പക്ക് ആവശ്യമുള്ള എന്തോ ഒന്ന് കടയിൽ കൊണ്ടുപോയി വരാൻ പറയുമ്പോൾ, ഉമ്മക്ക് ആവശ്യമുള്ള എന്തിനോ ഒന്ന് കടയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ മക്കളോട് സ്നേഹത്തോടു കൂടി പൊന്നുമോനും പൊന്നുമോളൊക്കെ ഉണ്ടാവും. ദീനിന്റെ വിഷയത്തിൽ വല്ലതും ഉപദേശിക്കുമ്പോൾ ഈ പൊന്നുമോനെ എന്നുള്ള വിളി ഉണ്ടാവുന്നതാണ്. യാ ബുനയ്യ, പൊന്നുമോനെ. പൊന്നുമോനെ എന്ന് പറഞ്ഞാൽ പോലും അർത്ഥം ശരിയാവില്ല കേട്ടോ, അതിലേറെ സ്നേഹത്തിലുള്ള വിളിയാ. എന്നിട്ട് കൊടുക്കുന്ന ഉപദേശം എന്തെന്നറിയോ? ലാ തുശ്രിക് ബില്ലാ, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് കേട്ടോ. എന്നിട്ട് പറയാണ് ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്നാൽ അത് വമ്പിച്ച അക്രമമാണ് കേട്ടോ, അത് വമ്പിച്ച പാതകമാണ് കേട്ടോ, അക്രമമാണ് കേട്ടോ എന്ന് മകനെ സ്നേഹത്തോടുകൂടി വിളിച്ചിരുത്തി വിശുദ്ധ ഖുർആനിൽ ഒരു ലുഖ്മാൻ എന്ന തത്വജ്ഞാനിയുടെ കഥ പറഞ്ഞു തരുന്നത് ചരിത്രം വിശദീകരിക്കാൻ അല്ല പ്രിയപ്പെട്ടവരെ. ഒരു വാപ്പയും ഉമ്മയും എങ്ങനെയാവണം എന്ന് പറയാനാ. ഇരുന്നാലോചിച്ചോളൂ, ഓരോ വാപ്പമാരും ആലോചിച്ചോളൂ, വല്യപ്പമാരും ആലോചിച്ചോളൂ. മക്കളായിട്ടില്ലെങ്കിൽ തങ്ങളുടെ അനിയന്മാരോട് അനിയത്തിമാരോട് ഈ ബാധ്യത നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ചു. സ്നേഹത്തോടുകൂടി അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ എന്നാണ്. ഈ അവധിക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്, റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. രണ്ടാമത്തത് ഇബാദത്തുകളിലേക്കുള്ള പ്രോത്സാഹനം മക്കൾക്ക് കൊടുക്കണം. മക്കൾക്ക് എന്നല്ല, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഭാര്യയാകും, ചിലപ്പോൾ ഉമ്മയാകും, ജ്യേഷ്ഠനാകും, അനിയനാകും, ആരാണോ നമ്മുടെ ചുറ്റുഭാഗത്തുള്ളത്, ഇബാദത്തുകളിലേക്ക് പ്രോത്സാഹനം കൊടുക്കണമെന്നാണ്. ഷവ്വാലിലെ 6 നോമ്പ് നമ്മൾ എത്ര ആളുകളാണ് നോറ്റത്? ചിലപ്പോൾ നമ്മൾ നോറ്റിട്ടുണ്ടാവും, മക്കൾ നോറ്റിട്ടുണ്ടാവില്ല. ഒരിക്കലെങ്കിലും ചോദിക്കാൻ പറ്റുമോ എത്ര നോമ്പായി, നീ നോറ്റോ? ഭാര്യയോട് ചോദിക്കാൻ പറ്റുമോ? ഭാര്യയ്ക്ക് തിരിച്ച് ഭർത്താവിനോട് ചോദിക്കാൻ പറ്റുമോ? ഉപ്പയോട് പറയാൻ പറ്റിയോ? അനിയനോട് പറയാൻ പറ്റുമോ? 30 ദിവസം നോമ്പ് നോറ്റ നിനക്ക് ഒരു 6 ദിവസം കൂടി ഇടയ്ക്കൊരു വേനൽ മഴ കിട്ടിയ ഒരു തണുപ്പുമായില്ലേ, നോമ്പ് നോൽക്കാൻ പറ്റിയോ എന്ന് പോലും നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞില്ല, സൂറത്തുൽ ലുഖ്മാനിൽ 10ഓളം ഉപദേശങ്ങളാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകന് നൽകുന്നത്. അതിൽ ഒന്നെന്തെന്ന്, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത്, നമസ്കാരം ഉണ്ടാവണം മോനേന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ മക്കൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, 2 ദിവസമായിട്ട് കൂടെ ഉണ്ടായില്ലേ. നമ്മുടെ തിരക്കുന്ന മാറി വീട്ടിലെത്തുമ്പോൾ എപ്പോഴാ നമസ്കരിച്ചത് എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോന്നാണ്. ഇന്ന് വീട്ടിലെത്തിയിട്ട് ചോദിക്കാൻ കഴിയണം, അല്ല എവിടെ നിന്ന് ജുമയ്ക്ക് കൂടിയത്, എന്താണെന്ന് ഖത്തീബ് ജുമയിൽ പറഞ്ഞത് എന്ന് വാപ്പ ഒരു ദിവസം ചോദിച്ചാൽ അടുത്ത ദിവസം നേരത്തെ അവൻ പള്ളിയിൽ ഉണ്ടാകുന്ന ചോദിക്കാൻ കഴിയും. സ്കൂൾ വിട്ടുവരുന്ന കുട്ടിയോട് ചോദിക്കാൻ കഴിയണം, ദുഹർ എവിടുന്ന് നിസ്കരിച്ചത് എന്ന് ചോദിക്കാൻ നമുക്ക് പ്രിയപ്പെട്ടവരെ കഴിയണമെന്നാണ്.
എന്നാലല്ലേ യഥാർത്ഥത്തിൽ ഒരു വാപ്പയും ഉമ്മയും എന്ന ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുള്ളൂ. ഒരു മദ്രസയിൽ കൊണ്ടു ചെന്നാക്കി, സൺഡേ മദ്രസയുണ്ട് 2 മണിക്കൂർ 3 മണിക്കൂർ, ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല. നമസ്കാരത്തിലെ പ്രാർത്ഥനകളെ അവിടുന്ന് പഠിപ്പിക്കാൻ കഴിയുള്ളൂ. നിസ്കരിക്കുന്നുണ്ടോ നോക്കേണ്ടത് വീട്ടിൽ നിന്ന് വാപ്പയും ഉമ്മയാണ്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നാണ്. ഒരു നമസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും ദീനിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ കഴിയണം. പള്ളിയിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു ഇസ്ലാമിക പുസ്തകം കണ്ടത്. ആ പുസ്തകം വാങ്ങിയിട്ട് എന്തേ മക്കൾക്ക് സമ്മാനമായിട്ട് കൊടുത്തൂടാ, എന്തേ ഒരു ക്ലാസ് ഉണ്ടെന്നൊരു നോട്ടീസ് കണ്ടപ്പോ മകനെ കൂട്ടി എന്തേ ക്ലാസ്സിന് പോകാൻ കഴിയാത്തത്, മകളോട് എന്തേ നമുക്ക് പറയാൻ കഴിയാത്തത്? പ്രിയപ്പെട്ടവരെ, അല്ലാതെ പരലോകത്ത് റബ്ബിനോട് എന്തു ന്യായം നമുക്ക് പറയാനുണ്ടാകുമെന്നാണ്. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? മക്കളുടെ കൂടെ ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം എന്നാണ്. മക്കൾക്ക് പറയാൻ ഒരുപാടുണ്ട്. LKG പഠിക്കുന്ന കുട്ടി, KG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആ സ്കൂളിൽ നടന്നതെല്ലാം പറയുന്നല്ലോ. എന്തേ SSLC എത്തുമ്പോൾ അവന് പറയാനില്ലാത്തത്? എന്തേ SSLC എത്തുമ്പോൾ വാപ്പാനെ കാണുമ്പോൾ അവൾ അങ്ങോട്ട് മാറി നിൽക്കുന്നത്? എന്തേ പറയാത്തത്? അവർക്ക് പറയാൻ ഒരുപാടുണ്ട്, കേൾക്കാൻ നമുക്ക് സമയമില്ലേ. നമ്മൾ പറയുന്നു, മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അധ്വാനിക്കുന്നത്, മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്, ഈ പ്രയാസം അനുഭവിക്കുന്നത് എൻ്റെ കുട്ടികൾക്ക്, അവർക്ക് തിന്നാൻ കൊടുക്കാനാണ്. ഇതൊക്കെ നമ്മൾ പറയുന്ന ന്യായമാണ്. പക്ഷെ അവരോട് കൂടെ ഒന്ന് സമയം ചെലവഴിക്കാൻ എത്ര വാപ്പാർക്കും ഉമ്മാർക്കും കഴിയുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. മക്കൾക്ക് ടൂർ ഉണ്ട് എന്ന് പറയുമ്പോൾ, കൂട്ടുകാരുടെ കൂടെ എന്ന് പറയുമ്പോൾ ഒരു 2000 രൂപ 3000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുമ്പോൾ തീരുന്നതല്ല വാപ്പ എന്ന ഉത്തരവാദിത്വം. ചേർത്ത് പിടിച്ച് കുടുംബത്തെ കൂട്ടി നമ്മുടെ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഏറ്റവും ചുരുങ്ങി തൊട്ടടുത്ത കടൽ തീരത്ത് പോയി ഇരുന്ന് ഒരു 15 മിനിറ്റെങ്കിലും പോയിരിക്കാൻ പറ്റിയാൽ പ്രിയപ്പെട്ടവരെ സംഭവിക്കണം നമ്മുടെ ജീവിതത്തിൽ. അത് ഉണ്ടാവണം. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ അധ്വാനം മുഴുവൻ? എന്ത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ അധ്വാനങ്ങൾ മുഴുവൻ? എന്നാണ് നമ്മുടെ തിരക്കുകൾ അവസാനിക്കുക? എന്നാണ് സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി കുടുംബത്തോടു കൂടി സമയം ചെലവഴിക്കാൻ കഴിയുക? എല്ലാം കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ടാണോ ആ വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുപോയി ഇങ്ങനെ 3 കെട്ടും കെട്ടി ഇങ്ങനെ കിടത്തുമ്പോ ആ വാപ്പക്ക് ഇപ്പൊ ഇവിടെ വീട്ടിലിരിക്കാൻ സമയമുണ്ട് എന്ന് ചിന്തിക്കുന്ന മക്കളായിരിക്കുമോ നമ്മുടെ മക്കൾ? കൂട്ടരെ, സമയം ബോധപൂർവം കണ്ടെത്തണം. മക്കളുടെ കൂടെ സമയം ചെലവഴിക്കാനായിട്ട് 2 മണിക്കൂർ എക്സ്ട്രാ കിട്ടൂല. ഉള്ളതിൽ നിന്ന് സമയം ചെലവഴിക്കാൻ നമുക്ക് പറ്റണം. നാലാമത്തെ ഒരു കാര്യം, സമയം ചെലവഴിക്കുന്നിടത്ത് ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കാൻ മക്കളെ സഹായിക്കാൻ നമുക്ക് പറ്റണം. പേരക്കുട്ടികളെ സഹായിക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് നിസ്സാരമായി തോന്നുന്നുണ്ടോ? ഇതൊക്കെ നിസ്സാരമായി തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു സുഹൃത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തു ഇന്നലെ. ആ സുഹൃത്തിന്റെ 4 മക്കൾ, 11 വയസ്സുകാരനായ ചെറിയ മകനടക്കം സ്കൂള് അവധിക്ക്, വേനലവധി കഴിഞ്ഞിട്ട് ആ സുഹൃത്ത് ചെയ്തത് വീട്ടിൽ വന്ന് എല്ലാവരെയും ഒരുമിച്ചിരുത്തി 2 മാസക്കാലത്ത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി. ഉറക്കം ഉണരുന്നത്, പള്ളിയിൽ പോകുന്നത്, ചായ കുടിക്കുന്നത്, പത്രം വായിക്കുന്നത്, ഖുർആൻ ഓതുന്നത്, ഇതിനൊക്കെ സമയം ഇങ്ങനെ മാറ്റിവെച്ചു. എന്നിട്ട് മക്കളുണ്ടാക്കിയ ടൈം ടേബിള് ആ സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറയാനാണ്. ഇങ്ങനെയൊക്കെ ബോധപൂർവം മക്കളുടെ കൈ പിടിച്ച് ദീനിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കാൻ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എവിടെയുണ്ട് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് നമുക്കൊരു സ്ക്രീൻ അഡിക്ഷനൊക്കെ ഒഴിവാക്കാൻ പറ്റുക. സ്ക്രീന് തീരെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കണ്ട എന്നൊന്നും അല്ല, അത് ഉപയോഗപ്രദമായ സമയം നിശ്ചയിച്ച് അതിൻ്റെ ഉപയോഗമെടുക്കാൻ അവരെ പ്രാപ്തരാക്കണം. ഫോണേ കൊടുക്കൂല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടതല്ല. എന്നാൽ തിന്മയുടെ വഴിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, സമയം കൊല്ലികളെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇത്തരം ടൈം മാനേജ്മെന്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ എന്തു ചെയ്തു എന്നാലോചിക്കുക. ഈ വെക്കേഷൻ സമയത്ത് എന്തു പ്ലാനാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് ആലോചിക്കുക. 5-മത്തെ കാര്യം എന്തെന്നറിയോ? നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. അത് മക്കൾ എന്ന് പറഞ്ഞാൽ അനിയന്മാരാവാം, അത് നമ്മൾ ചെലവിന് കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കണം. നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വിഷയത്തിൽ ഈ ബോധം നമുക്ക് ഉണ്ടാവണം. കൂട്ടുകാരെ കുറിച്ച് നമ്മൾ അറിയണം. നമ്മുടെ കുട്ടി എന്ത് കഴിക്കുന്നു നമ്മൾ തീരുമാനിക്കണ്ടല്ലോ. അവൾ എന്തു ധരിക്കണം എന്ന ബോധം നമുക്കുണ്ടല്ലോ. എങ്കിൽ അവൻ എവിടെ പോകുന്നു, അവന്റെ കൂട്ടുകാരാരാണ്, അവൻ ആരോട് ഒത്താണ് സമയം ചെലവഴിക്കുന്നത് എന്നറിയാൻ പ്രിയപ്പെട്ട ഒരു വാപ്പക്ക് കടമുണ്ട്. സ്കൂൾ വിടുന്ന അന്നൊരു ന്യൂസ് ചാനലിൽ കണ്ടതെന്നറിയോ? ഒരു ഉമ്മ ഇങ്ങനെ കടന്നു വന്നിട്ട് കുട്ടിയെ ബലം പ്രയോഗിച്ച് പിടിച്ച് തന്റെ സ്കൂട്ടറിൽ കയറ്റി കൊണ്ടുപോവാ. അപ്പൊ ഈ ന്യൂസ് ചാനലുകാരൻ പോയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താ, ഉമ്മാക്ക് ബേജാറാണ്. സ്കൂള് വിടുമ്പോ കുട്ടികൾ ആ അവസാനത്തെ സമയത്ത് എന്തെങ്കിലും അരുതായ്മയിലേക്ക് നമ്മുടെ കണ്ണൂർ ജില്ലകളിലെ എല്ലാ മഹല്ലുകളിലും നമ്മൾ എന്ത് ചെയ്തു? കണ്ണൂരിൽ ഏപ്രിൽ 19 മുതൽ 23 വരെ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദമായിട്ടത് പറയും. നമ്മൾ കണ്ടെത്തുക
എൻ്റെ നാട്ടിൽ, എൻ്റെ മഹലിൽ, എൻ്റെ വീടിന് തൊട്ടടുത്ത് ഇസ്ലാമികപരമായ ഒരു ക്യാമ്പ്, ഒരു മോറൽ ക്ലാസ് കിട്ടുന്നത് എവിടെയാണ്? അവിടേക്ക് മക്കളെ പറഞ്ഞയക്കാൻ പറ്റണം. അവിടുന്ന് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവും, നല്ല തീരുമാനങ്ങൾ ഉണ്ടാവും. അവൻ അവിടെ വെച്ച് കേട്ട ഒരായത്തിന്റെ ഒരു ഭാഗമായിരിക്കും ചിലപ്പോൾ അവന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. നമ്മുടെ പള്ളിയിൽ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഖുതുബ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഒരു സുഹൃത്ത് ഇങ്ങനെ സംസാരിച്ചു. ആ സുഹൃത്ത് പറഞ്ഞു തരും, എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായത് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്താണ്. അല്ലാഹു ഹബലുൽ വരീദ്, കണ്ടനാടിയേക്കാൾ അടുത്തവനാണ് എന്ന വാചകം കേട്ടപ്പോ എന്റെ എല്ലാ പ്രശ്നത്തിൽ നിന്നും തിരികെ ഈമാനിലേക്ക് മടങ്ങാൻ, ഇസ്ലാമിലേക്ക് വരാൻ എനിക്കത് പ്രചോദനമായി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കേൾക്കുന്നുണ്ട്, എന്തൊക്കെ വായിക്കുന്നുണ്ട്, എന്ത് സ്വാധീനമാണ് നമുക്കുണ്ടായത് കൂട്ടരെ. നമ്മുടെ മക്കളെ ഒരു ദീനി സംവിധാനത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരവിടെ വെച്ച് കേൾക്കുന്ന ഒരു ഹദീസാവാം, ഒരു ഉപദേശമാവാം, ഒരു ആയത്താവാൻ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത് പറഞ്ഞയക്കാൻ ബോധപൂർവം പ്രിയപ്പെട്ടവരെ ശ്രമങ്ങൾ ഉണ്ടാവണമെന്നാണ്. ആറാമത്തേത്, കുടുംബങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയണം. കുടുംബ ബന്ധങ്ങളൊക്കെ ഇന്ന് വെറും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സമയമായി മാറുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വീടിന്റെ വാതിലുകൾ തുറന്ന് കുടുംബ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പ്രിയപ്പെട്ടവരെ സാധിക്കേണ്ടതുണ്ട്. മുമ്പൊക്കെ അവധിക്കാലം എന്ന് പറഞ്ഞാൽ വിരുന്നു പോകാൻ, അതിഥികളായി കുടുംബ വീട്ടിലേക്ക് പോകാൻ അവിടെയുള്ള മാഞ്ചോട്ടിലും നദിക്കരയിലും പോയി അവിടെ ആഘോഷമായി അവസാനം സ്കൂൾ തുറക്കുമ്പോൾ അല്പം വിഷമത്തോടു കൂടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നിരുന്ന ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഇന്ന് മക്കൾക്ക് കുടുംബ വീടൊന്നും വേണ്ട. അഥവാ പോവുകയാണെങ്കിൽ വൈഫൈ കണക്ഷൻ ഉള്ള വീട്ടിലേക്ക് പോയാൽ മതി. അവിടെ എത്തിയാലോ അവിടെയുള്ള ആളുകളോട് സംസാരിക്കാൻ ഇടമില്ല, സമയമില്ല, തരമില്ല. സ്ക്രീനിൽ നിന്ന് അവന്റെ തല പൊന്തുന്നില്ല, അവളുടെ തല ഉയരുന്നില്ല. ഇതിനാരെയാ പഴിക്കേണ്ടത്? കാലഘട്ടത്തെയാണോ? ആരെയാ പഴിക്കേണ്ടത്? സമൂഹത്തെയാണോ? ന്യൂ ജനറേഷനെയാണോ? അല്ല. പ്രിയപ്പെട്ടവരെ, നമ്മിലേക്ക് നോക്കുക. മക്കളുടെ കൈ പിടിച്ച് കുടുംബ വീടുകൾ സന്ദർശിക്കാൻ, വിള്ളലുകളുള്ള കുടുംബ വീടുകളുണ്ട്, പ്രശ്നങ്ങളുള്ളവരുണ്ട്, രോഗികളായി കിടക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയണം. ഈ വെക്കേഷൻ സമയത്തേക്ക് അവസാനത്തേക്ക് മാറ്റിവെക്കേണ്ടതല്ല. ഇത് മക്കളുടെ ജീവിതത്തിൽ വലിയൊരു പാഠമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുക എന്നതാണ് അവസാനമായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ. നമ്മളിതൊക്കെ പറഞ്ഞല്ലോ, നന്മ കാണിച്ചു കൊടുക്കണം, ഇബാദത്തുകളിലേക്ക് വഴി നടത്തണം, റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കണം, കുടുംബ വീടുകൾ സന്ദർശിക്കണം എന്നതടക്കം നമ്മൾ പറഞ്ഞു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നാം മാതൃക കാണിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. മക്കൾ നമ്മെ കോപ്പി ചെയ്യും. നമ്മുടെ വസ്ത്രം, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ പറയുന്ന ഒരു കളവ് പോലും അവനെ സ്വാധീനിച്ചേക്കാം. ഈ കളവായിരിക്കും 10 കൊല്ലം കഴിഞ്ഞിട്ടും വാപ്പാനോട് തിരിച്ചിങ്ങോട്ട് പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല മാതൃകകളായി നമുക്ക് മാറാൻ കഴിയണമെങ്കിൽ അത് നമ്മുടെ മക്കളെ നന്മയുടെ വഴിയിലൂടെ അവരെ നടത്താനുള്ള ഒരു അവസരമായിട്ട് അത് മാറുന്ന ഉപദേശികളായി മാത്രം നമ്മൾ മാറരുത്. വെറും ഉപദേശിക്കാനായിട്ടൊരു വാപ്പാന്നല്ല, ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ കഴിയും. സുബൈക്ക് പള്ളിയിൽ പോകൂ എന്ന് പറയുന്നതിനപ്പുറം അവനെ ചേർത്ത് പിടിച്ച് പള്ളിയിലേക്ക് പോകാൻ കഴിയണം. നീ ഒന്ന് പോയി ഇന്ന വീട്ടിൽ, കുടുംബ വീട്ടിലൊന്ന് പോകൂ എന്ന് പറയുന്നതിന് പകരം മക്കളുടെ കൈ പിടിച്ചു പോകാൻ കഴിയണം. പള്ളിയിലേക്ക് പോയിക്കൂടെ എന്ന് പറയുമ്പോൾ നമസ്കാരം നടക്കുമ്പോൾ വാപ്പ അങ്ങാടിയിൽ ഇരിക്കുന്ന വാപ്പക്കത് പറയാൻ എന്ത് അവകാശമുള്ളത്? അല്ലെ, ജുമയ്ക്ക് ഏറ്റവും അവസാനം വന്നിരുന്ന് മടങ്ങിപ്പോകുന്ന 2 റക്അത്താണ് ജുമാ എന്ന് കരുതിയിട്ട് മടങ്ങിപ്പോകുന്ന ഒരു വാപ്പക്ക് മകനോട് എന്താ ഖുതുബയിൽ കേട്ടതെന്ന് ചോദിക്കാൻ എന്ത് അവകാശമാണുള്ളത്? പ്രിയപ്പെട്ടവരെ, നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അവധിക്കാലമാണ്, വിനോദങ്ങൾ ഉണ്ടാവും. വിനോദങ്ങളെ ഇസ്ലാം നിരാകരിച്ചിട്ടൊന്നുമില്ല. അവിടെ ഹലാലും ഹറാമും നോക്കണം എന്നാണ്. ഹലാലായ വിനോദങ്ങളൊക്കെ നമുക്കാവാം. കുട്ടികൾക്ക് പുതിയ ശീലങ്ങളും ശൈലികളൊക്കെ ഉണ്ടാക്കും. നീന്തൽ പഠിക്കാനുള്ള അവസരമാകാം. പലപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം, അപകടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നൊക്കെ നമ്മുടെ മക്കളെ കുറിച്ച് നമ്മളൊരു ബോധ്യം ഉണ്ടാകണം. അവർ പോകുന്നിടത്തൊക്കെ, ഇന്ന് പോലെ ഈ ഖുതുബക്ക് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് കണ്ടൊരു വാർത്ത, 2 കുട്ടികൾ വെള്ളക്കെട്ടിൽ വീണ് മരണപ്പെട്ടു എന്ന്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ പലപ്പോഴും ഒരു ശ്രദ്ധ ഈ സംസാരം കേൾക്കുന്ന മക്കളും നമ്മുടെ മക്കളെ പറ്റിയൊക്കെ നമുക്കുണ്ടാവണം. നീന്തലൊക്കെ അവരെ പഠിപ്പിക്കാം. അതല്ലാത്ത മറ്റു കലകളൊക്കെ, ഹലാലായതൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് ഗുണകരമാവുന്നതൊക്കെ നമുക്ക് ചേർത്ത് നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മക്കളെ നൽകി, കുടുംബത്തെ നൽകി, ഈ കുടുംബത്തോടൊപ്പം സ്വർഗപ്രവേശനം സാധ്യമാകുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.